എന്താലേ ഭൂരിഭാഗം പേരുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർത്തുന്ന ഒരു വീഡിയോ ആണ് ഇത്, അല്ലേ? അതായത് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ പോസ്റ്റ് ചെയ്ത ചാനലിന് പോലും ആ ഒരു കമന്റ് ബോക്സ് പോലും ഫുള്ളായിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള കമന്റ്സ് കാണാൻ പറ്റുന്ന അത്രയും നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കിത് പറയാനുള്ളൂ. രേണുസുതി, എല്ലാവർക്കും രേണുസുതി നെഗറ്റീവ് കൊണ്ട് ഫേമസ് ആയിട്ട് നെഗറ്റീവിലൂടെ റീച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്കും അത് രേണുസുതി കാണിച്ചത് നെഗറ്റീവിലൂടെയുള്ള പബ്ലിസിറ്റിയാണ്. രേണുസുതി കാണിച്ച പല കാര്യങ്ങളും ഞാനും വിമർശിച്ചിട്ടുണ്ട്, അതൊക്കെ തെറ്റാണെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പം ഓസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രേണുസുതി, അതായത് അവർക്ക് പകരം വേറൊരാളും ഇല്ല, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നെഗറ്റീവ് കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി, ഇത്രയും കല്ലേറ് കൊള്ളേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും വീണ്ടും ഉയർത്തെണീച്ച് അവര് ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഉയരത്തിലെത്തി പെടാൻ വേണ്ടി നോക്കുന്ന അവരെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവര് ക്ലാപ്സ് അർഹിക്കുന്ന ഒരു ലേഡി തന്നെയാണ്. കാരണം ഒരാളും ഇത്രയൊന്നും പിടിച്ചു നിൽക്കില്ല. അവരുടെ ബോഡി ഷെയ്മിങ്, അവർ ചെയ്ത പ്രവർത്തികള്, വീടിനെ കുറിച്ച് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് കുറ്റമായിരുന്നു. യെസ്, അന്നത്തെ സമയത്ത് രേണുസുതിക്ക് എതിരെ ഒരുപാട് പേര് പറയാനുണ്ടായിരുന്നു. രേണുസുതി ചെയ്തതും കാണിച്ചതും ഒക്കെ ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നെഗറ്റീവിലൂടെയാണ് രേണുസുതി റീച്ച് ആയതും. പക്ഷേ ഇന്ന് അതേ വ്യക്തി ഒരുപാട് ആളുകളുടെ ഹൃദയം കവർന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളത്. അതെ, ഭർത്താവ് മരിച്ചതും ജീവിക്കാൻ വഴിയില്ലാതെ ആയിട്ട് മക്കളും കൊണ്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാർ വരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായി മാറുമായിരുന്നു ഈ ഒരു രേണുസുതിയും. പക്ഷെ അവരുടെ ആ ഒരു വിൽ പവർ കൊണ്ട് അവരുദ്ദേശിച്ചത് എന്താണോ, അവർക്ക് ആരാണ് ഈ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അവരുടെ നോട്ടം, അവരുടെ മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പും എന്തായാലും വെറുതെ ആയിട്ടില്ല. അവർ ഉദ്ദേശിച്ച റീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടുണ്ടാവും രേണുസുതി എന്നുള്ള കാര്യത്തില് നമുക്ക് തർക്കമില്ലാതെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസിലേക്ക് കയറിയപ്പം ഒരുപാട് നെഗറ്റീവുമായിട്ട് കയറിയ രേണുസുതി പുറത്തു വന്നത് ഏകദേശം നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ്. ഇപ്പോഴത്തെ ഓരോരോ അവരുടെ വളർച്ചയില് ആ ഒരു പോസിറ്റിവിറ്റി കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു ഉമ്മ കൊടുക്കുന്ന, അതായത് രേണുസുതിക്ക് ഉമ്മ കൊടുക്കുന്ന ഈ ഒരു ആൾക്കാരിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത് രേണുസുതി അവർ അത്രമേൽ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. കാരണം ഭർത്താവിന്റെ അടിമയായിട്ട് ഭർത്താവിന്റെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് താമസിക്കുന്ന, ഒക്കെ കേട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ രേണുസുതി എന്താ പറയാ, ഒരു പ്രചോദനമാണ്. കാരണം ഒറ്റയ്ക്ക് നിന്നാലും ഒരു പെണ്ണിന് പൊരുതി എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ പറ്റും എന്നുള്ളത് രേണുസുതിയിലൂടെയാണ് ലോകം അറിയുന്നത്. കാരണം അതായത് പഠിച്ചാൽ മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. ഇന്ന് ഈ ഒരു യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഇതേ റീച്ചാണ്. ഈ ഞാനടക്കം ആഗ്രഹിക്കുന്നത് ഈ റീച്ചാണ്. നമ്മൾ എല്ലായിടത്തും ഫേമസ് ആവണം, അതിലൂടെ നമുക്ക് നല്ലൊരു ഇൻകം കിട്ടി തുടങ്ങണം, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് എല്ലാവരും വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നത്. അതുതന്നെയാണ് രേണുസുതി ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരുദ്ദേശിച്ച അവർക്ക് മാർഗം അതായത് എന്താ പറയാ, ലക്ഷ്യമാണ് പ്രധാനം, മാർഗം ഏതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരുടെ ലക്ഷ്യമായിരുന്നു അവർക്ക് പ്രധാനം. അവരതിൽ എത്തിച്ചേരുക എന്ന് ചെയ്തു. എനിക്ക് എന്തായാലും ഇപ്പം ഈ ഒരു രേണുസുതിനോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണ്. ഈ ഒരു ആളുകളെ പോലെ എനിക്കും രേണുസുതിനോട് ഒരുപാട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വിൽ പവർ കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു, അല്ലേ? സോഷ്യൽ മീഡിയ റീച്ചില്, അതായത് ആളുകളുടെ മുമ്പിൽ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് അവര് മാറിക്കഴിഞ്ഞു. അതായിരുന്നു. ഇനി അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ തന്നെ പോകട്ടെ. രേണുസുതി കല്യാണം ഒന്നും കഴിക്കേണ്ട, ഈ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോവുക. കല്യാണം കഴിച്ച ഒരാൾ തുണയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടി വരും. അപ്പം ഇതുപോലെ ഒരു ലൈഫ് ചൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. അല്ലാതെ ആരുടെ മുമ്പിലും അടിയറവ് പറയേണ്ട. ഒറ്റയ്ക്കായാലും ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞില്ലേ?
അപ്പം ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രേണുസുധീനോട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അപ്പം എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.